സങ്കീർത്തനം 91 സ്തോത്രം 14 വാക്യം. ഹല്ലേലൂയ. സാംസ് 91 അതിന്റെ വേഴ്സസ് ഹല്ലേലൂയ സ്തോത്രം 14 ഇപ്രകാരമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ആമേൻ സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ആമേൻ സ്തോത്രം. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. ഹല്ലേലൂയ. നമുക്കറിയാം 91 സങ്കീർത്തനം കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുകയും അല്ലെങ്കിൽ രാത്രി യാമങ്ങളിലൊക്കെ ഹല്ലേലൂയ എന്നെയൊക്കെ അമ്മ ഈ സങ്കീർത്തനം പറയാതെ ഉറക്കിയിട്ടില്ല. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പേടി വരാതിരിക്കാനൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞിലെ തന്നെ ഏകദേശം എല്ലാ ക്രിസ്ത്യാനികളും പൊതുവെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23 സങ്കീർത്തനവും 91 സങ്കീർത്തനം. അപ്പോൾ നമുക്കത് ഏറെ അറിയാം, നമ്മൾക്കത് കാണാപ്പാടമായിട്ട് അറിയാം. അതുപോലെ തന്നെ പേടിയും രാത്രിയിൽ ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ പണ്ടത്തെ അമ്മച്ചിമാർ ബൈബിള് കൊണ്ടുപറയും, ആ സങ്കീർത്തനം പറഞ്ഞിട്ട് ബൈബിള് തലക്കടി വെച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഓർമ്മ വരും. ഹല്ലേലൂയ. ഒന്നുമല്ല, ഹല്ലേലൂയ സ്തോത്രം. ആ സങ്കീർത്തനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അതിന്റെ വിടുതൽ. എന്നാൽ അവരത് ആ സമയം ആ പ്രവൃത്തി അതങ്ങനെ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇത് നമുക്കറിയാം മോശ എഴുതിയ സങ്കീർത്തനമാണെന്ന് കുറെ എഴുത്തുകാർ പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നുണ്ട് ഇത് ദാവീദ് എഴുതിയതാണ്. എന്നാൽ നമുക്കറിയാം പറക്കുന്ന അസ്ത്രത്തിൽ സഞ്ചരിക്കുന്ന മഹാമാരി, അത്യുന്നതന്റെ മറവിൽ വസിക്കുക, ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മോശയോടുള്ള ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ മരുഭൂമി യാത്രയിൽ വഴി നടത്തിയ ചില കാര്യങ്ങളൊക്കെ സംഭവങ്ങളോട് അനുബന്ധിച്ച് ഹല്ലേലൂയ അതിനോട് ചേർന്ന് വരുന്നതായതുകൊണ്ട് മോശയാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് പറയാം. അത് തന്നെയല്ല ഒരു സങ്കീർത്തന ഭാഗത്തിന്റെ ഇപ്പം 91 സങ്കീർത്തനത്തിന്റെ ശീർഷകത്തില് അതിന്റെ എഴുത്തുകാരന്റെ പേരില്ലാത്തത് കൊണ്ട് സാധാരണ സങ്കീർത്തനക്കാര് അതിന്റെ മുൻപിൽ ഏത് സങ്കീർത്തനമാണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ശീർഷകത്തിൽ 6 പേരാണോ കൊടുത്തിരിക്കുന്നത്, ആ സങ്കീർത്തനക്കാരൻ തന്നെയാണ് അടുത്ത സങ്കീർത്തനവും എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു പഠനവും അപ്രകാരമുണ്ട്. ഹല്ലേലൂയ. അതിനനുസരിച്ച് നോക്കിയെന്ന് പറഞ്ഞാലും മോശ തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. വിടുവിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ അല്ലെ? അത് കേൾക്കുമ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞ് 100 ഹല്ലേലൂയ കൈയടിച്ച് അല്ലെ ഭയങ്കര സന്തോഷമൊക്കെയാ. വിടുവിക്കുന്ന ദൈവം, ഓ സ്തോത്രം, ഹല്ലേലൂയ. ഉയർത്തുന്ന ദൈവം, ആമീൻ സ്തോത്രം. ഇതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതും അല്ലെ ഒക്കെയാ. എന്നാല് ഇവിടെ ഒരു വ്യവസ്ഥയോടുകൂടെയുള്ള ആ സങ്കീർത്തനമാ. ഹല്ലേലൂയ. വിടുവിക്കുന്ന ദൈവമാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അവൻ വെറുതെ ഇരിക്കുന്നവനെ അല്ലെങ്കിൽ അകന്നിരിക്കുന്നവനെ, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയേണ്ട പോലെ നിൽക്കാത്തവനെ വിടുവിക്കുന്ന ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കൽ, എന്നെ സ്നേഹിക്കുന്നവൻ, എന്റെ കൽപ്പന അനുസരിക്കുന്നവൻ, എന്റെ വചനം പ്രമാണിക്കുന്നവൻ, എന്നോട് പറ്റിയിരിക്കുന്നവൻ. ഹല്ലേലൂയ. പറ്റിയിരിക്കണമെങ്കിൽ ആദ്യം ഒരു മനസ്സ് വേണം. ആമേൻ സ്തോത്രം. ഒരു ആഗ്രഹം വേണം, ഒരു സമർപ്പണം വേണം, ഒരു വിട്ടുകൊടുക്കൽ വേണം. ആമേൻ സ്തോത്രം. മാറ്റേണ്ടത് മാറ്റണം. ഹല്ലേലൂയ സ്തോത്രം. എന്നാലേ നമുക്ക് പറ്റിയിരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പറ്റിയിരിക്കുന്നതിന്റെ ഇടയിലുള്ള എല്ലാ ബാരിയേഴ്സും പറ്റിയിരിക്കുവാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഹല്ലേലൂയ ലോകത്തിൻ്റെതായിട്ടുള്ള ഒന്നും നമ്മളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വേർതിരിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയാൽ മാത്രമേ ആ ദൈവത്തോട് നമുക്ക് പറ്റിയിരിക്കാൻ കഴിയത്തുള്ളൂ. വചനപ്രകാരം നാം ജീവിക്കണം. ഹല്ലേലൂയ. വചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ ഹല്ലേലൂയ കാഴ്ചവെക്കണം. ആമേൻ. ദൈവവചനത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയും വേറുപാടും നമ്മൾ ആചരിക്കണം. ആമേൻ സ്തോത്രം. ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ചുവടുകൾ വെക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പറ്റിയിരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. ദൈവത്തിന് എന്താണോ ഇഷ്ടം അത് നാം ചെയ്തെടുക്കണം അല്ലേ? എപ്രകാരമാണ് ഒരു സ്നേഹിതനോട് ആമേൻ സ്തോത്രം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വെക്കുന്നത്. ആമേൻ സ്തോത്രം. അവന്റെ സ്വഭാവം ഹല്ലേലൂയ കുറവുകളോടുകൂടി അവനെ സ്നേഹിച്ച ഹല്ലേലൂയ അവന്റെ സ്വഭാവത്തെ മനസ്സിലാക്കി, അവന്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി, അവന്റെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ മനസ്സിലാക്കി, ആമേൻ സ്തോത്രം അവന്റെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്ത്, അനിഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്യാതിരുന്ന അല്ലേ? അപ്രകാരം മാത്രമേ നമുക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു വ്യക്തിയോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ പറ്റത്തുള്ളൂ. എന്നതുപോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വലിയവനായ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ അവൻ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇവിടെ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഒരു വിടുതൽ. ഹല്ലേലൂയ സ്തോത്രം. പറ്റിയിരുന്നാലേ വിടുതലുള്ളൂ. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ. ഹല്ലേലൂയ അല്ലെ? നമ്മൾ ക്രിസ്ത്യാനികളാകുമ്പോൾ വചനം എല്ലാവർക്കും അറിയാം, ബൈബിൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്.
ബൈബിൾ വീട്ടിൽ ഇരുന്നിട്ടോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആലയത്തിൽ കടന്നു പോയിട്ടോ, കുരിശു വരച്ചിട്ടോ, അല്ലെങ്കിൽ ബൈബിൾ പിടിച്ചുകൊണ്ട് പോയിട്ടോ, ബൈബിൾ തലേന്റെ കീഴിൽ വെച്ച് കിടന്നിട്ടോ ഒന്നുമല്ല കാര്യം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ബൈബിൾ എന്നും വായിക്കുക അല്ലെ, രാത്രി പ്രാർത്ഥനയിൽ, സന്ധ്യാപ്രാർത്ഥന മിക്കവാറും ക്രിസ്ത്യാനികളുടെ ഭവനത്തിലൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ചില ഭവനങ്ങളിൽ അതിപ്പോ ഇല്ല. ആമേൻ സ്തോത്രം, സീരിയലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ബൈബിൾ പ്രാർത്ഥനയെ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ സീരിയലാ. സമയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും എന്നുള്ള അവസ്ഥയാണ്. പണ്ടത്തെ കാലത്ത് എന്റെ അപ്പച്ചനും അപ്പച്ചനും ഒക്കെ ഉള്ള സമയത്ത്, വലിയമ്മച്ചിമാരുള്ള സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, വെളുപ്പിനെയുണ്ട്, വൈകുന്നേരവും 7 മണി 7:30 സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നും എന്റെ ഫാദർ, എന്റെ പപ്പ ഹല്ലേലൂയ അത് ഫോളോ ചെയ്യുന്ന വ്യക്തി. കറക്റ്റ് 7 മണി ആകുമ്പോൾ കൊച്ചുമക്കളായാലും ശരി, മക്കളായിരുന്നു മരുമക്കളായാലും ശരി, പായി വന്നിരുന്നോണം. ഹല്ലേലൂയ. എന്റെ ഭവനത്തിൽ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഹല്ലേലൂയ സ്തോത്രം, ആമീൻ. ഹല്ലേലൂയ. ആരാധനയുള്ള പ്രാർത്ഥന, അത് ആരാധന എന്ന് വെച്ചാൽ 2 പാട്ട് അങ്ങോട്ട് പാടും, തമ്പേറടിയും തുടങ്ങും. ഹല്ലേലൂയ. വീട്ടില് അമ്മ കഥവ് തുറന്നിട്ടിട്ടേ പാടത്തുള്ളൂ. ഉറക്കെയാ പാടുന്നത്. അമ്മേ സ്തോത്രം. പയ്യൊന്നും പാടത്തില്ല. ഹല്ലേലൂയ. അയൽവക്കക്കാരും ദേശക്കാരും നടങ്ങുന്ന രീതിയിലുള്ള പാട്ടും അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. വചനം വായനയും പ്രാർത്ഥനയും 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂർ കൂടത്തേ ഉള്ളൂ. അമ്മ ഇന്നും അത് നിലനിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. കർത്താവിനെ അറിഞ്ഞപ്പോൾ മുതൽ, അമ്മീൻ, അതിന്റെ മുൻപിലുള്ളൊരു ജീവിതം എന്റെ പപ്പയ്ക്കുണ്ടായിരുന്നു. അമ്മേ സ്തോത്രം. അറിയാം എങ്കിലും ഈ ലോകപരമായിട്ടുള്ള ഒരു ജീവിതം, ഹല്ലേലൂയ, മദ്യപാനത്തിലും ഒക്കെയും ഉണ്ടായിരുന്ന ഒരു ജീവിതം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞപ്പോൾ മുതൽ, ഹല്ലേലൂയ സ്തോത്രം, എന്താണോ വചനത്തിന്റെ ഹല്ലേലൂയ വ്യവസ്ഥ അനുസരിച്ച് നിൽപ്പാൻ അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ പിതാവിനെ സഹായിക്കുന്നു. ഇന്നും അത് ഫോളോ ചെയ്യുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പൊ വചനത്തെ വായിച്ചിട്ട് കാര്യം, ഇന്ന് അറിവ് ചേർത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. വചനം അറിയാവുന്നവർ, കാണാതെ പഠിക്കുന്നവര്, അമ്മേ കാണാതെ വചനം പറഞ്ഞ് പ്രൈസ് വാങ്ങിക്കുന്നവര്, ക്വിസ് അറ്റൻഡ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. നല്ല കാര്യം. വചനം പഠിക്കണം, വചനം ഹൃദയസ്ഥമാക്കണം. എന്നാല് അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, വചനത്തെ അറിയേണ്ട പോലെ അറിയാതിരുന്നാല് അമ്മേ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു ഹല്ലേലൂയ പ്രവൃത്തി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യാത്തിടത്തോളം അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, അതിനോട് നമുക്ക് പൂർണ്ണ വിശ്വസ്തത അല്ലെങ്കിൽ 100% വിശ്വസ്തത പുലർത്തുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞിരിക്കുക, അവൻ എന്റെ നാമത്തെ അറിയിക്കാൽ, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ നാമത്തിന്റെ വിടുതൽ, ഹല്ലേലൂയ, ആ നാമത്തിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം, സമാധാനം, പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മളെ തളരാതെ നിർത്തുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ആ വചനത്തെ ഹല്ലേലൂയ അറിയുന്നത് കൊണ്ട് അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, നാമത്തെ അറിയാം. നാമത്തിന് ശക്തിയുണ്ട്. അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ നാമം ബലമുള്ള ഗോപുരമാ. ഹല്ലേലൂയ. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ സ്തോത്രം, ആമേ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. വേറൊരിടത്ത് ആശ്രയിക്കാൻ അവർ പോകത്തില്ല. ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി അറിയുന്നവർ ദൈവത്തിന്റെ നാമത്തെ തന്നെ ആശ്രയിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ആ നാമത്തെ അറിയുന്നവരെ എന്ത് ചെയ്യും? അമ്മേ സ്തോത്രം പറയും, ഞാൻ അവരെ ഉയർത്തും. ഹല്ലേലൂയ സ്തോത്രം. ലോകപ്രകാരമുള്ള ഉയർച്ചയല്ല ഇവിടെ കാണുന്നത്. അമ്മ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ള ഉയർച്ച, ദൈവം നമ്മളെ കുറിച്ച് നമ്മ എക്സ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഉയർച്ച. ഹല്ലേലൂയ. അത് ചിലപ്പോൾ ലോകർ നോക്കുമ്പോൾ അമ്മ സ്തോത്രം, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മുടെ പഠിത്തത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പദവിക്കനുസരിച്ചോ ഉള്ള ഉയർച്ച ആയിരിക്കണമെന്നില്ല. ഹല്ലേലൂയ. ലോകരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ, ഹല്ലേലൂയ, അല്ലെ, ലോക കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് വലിയ മാന്യ പദവി, വലിയ സാലറിയോട് കൂടിയ ജോലി, അമ്മ 2-3 നിലയുള്ള കെട്ടിടത്തിന്റെ ഉടമ, അല്ലെങ്കിൽ ഇത്രയും ഏക്കറുകളുള്ള അമ്മേ സ്തോത്രം, ഹല്ലേലൂയ, സ്ഥലത്തിന്റെ ഉടമ, അല്ലെങ്കിൽ ഹല്ലേലൂയ കമ്പനിയുടെ ഉടമ, ഇതൊക്കെയാണ് ഹല്ലേലൂയ അമ്മേ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അംബാനിയെ പോലെയൊക്കെയുള്ള കാറുകളുള്ള ആൾ, അത് അല്ലെങ്കിൽ ഹല്ലേലൂയ അവർ കെട്ടുന്ന വാച്ചിന്റെ സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് ലോകം നോക്കുമ്പോൾ ഹല്ലേലൂയ ഉയർച്ചയും മാനവും ഒക്കെ. അമ്മേ സ്തോത്രം. എന്നാൽ അത് ലോകത്തിന്റെ മാനമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തെ അറിയുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണം അവന്റെ കരങ്ങളിൽ താഴ്ന്നിരിക്കുന്ന ഒരു അമ്മേ ഹല്ലേലൂയ ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവരെ ഉയർത്തുന്ന കാര്യമാ പറഞ്ഞത്. ഹല്ലേലൂയ. അത് ശാശ്വതമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആമേൻ. ലോകത്തിന്റെ പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ തകരുമ്പോൾ, ലോകത്തിന്റെ വ്യവസ്ഥകൾ തകരുമ്പോൾ, ലോകത്തിന്റെ ഹല്ലേലൂയ സാമ്പത്തിക വ്യവസ്ഥകൾ തകരുമ്പോൾ ആമേൻ സ്തോത്രം, അവർക്ക് ഒരു ചലനവും ഉണ്ടാകത്തില്ല. കാരണം ഹല്ലേലൂയ അത് ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നതാ. അതിൽ നിന്ന് അവർ താഴെ പോകത്തുമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവരെന്നേക്കും നിലനിൽക്കും. അവർ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ വചനത്തിന്റെ അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അത്രയ്ക്ക് അങ്ങ് പ്രസിദ്ധനായിട്ടുള്ള പേരൊന്നും പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമേൻ. ദൈവനാമത്തോടും ദൈവത്തോടും പറ്റിയിരുന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ.
യഹോവയായ ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ തന്നെ കുറിച്ച് പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും ഹല്ലേലൂയ നമുക്ക് വായിക്കാം ആമേൻ സ്തോത്രം നമ്പേഴ്സ് ഹല്ലേലൂയ സംഖ്യാപുസ്തകം അതിന്റെ 14-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു ഹല്ലേലൂയ ഒരു മനുഷ്യനെ കാണാനായിട്ട് സാധിക്കും, കാലേബ്, ദൈവത്തിന്റെ ദാസനായ കാലേബ്. ഹല്ലേലൂയ പ്രത്യേകിച്ച് കാലേബിനെ കുറിച്ച് കൂടുതൽ അങ്ങ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വചനത്തിൽ ഹല്ലേലൂയ ഒത്തിരിയിടത്തൊന്നും കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഹല്ലേലൂയ സ്തോത്രം തന്റെ തീരുമാനം ഉറച്ചതായിരുന്നു, തന്റെ സ്വഭാവം ഉറച്ച സ്വഭാവമായിരുന്നു. അത് ഹല്ലേലൂയ മറ്റുള്ള മനുഷ്യരുടെ കൂട്ട് എപ്പോഴും മാറ്റി പറയുകയും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം താൻ അറിഞ്ഞതിനു വേണ്ടി കേട്ടതിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഉറപ്പും കുലുക്കവും ഇല്ലാത്ത ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു വ്യക്തിയായിരുന്നു കാലേബ്. ഹല്ലേലൂയ ഇവിടെ ദൈവം പറയുകയാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും ആമേൻ സ്തോത്രം ഇസ് എ സ്പിരിച്വൽ ബിഹേവിയർ. ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് സ്പിരിച്വൽ ബിഹേവിയർ. ഹല്ലേലൂയ സ്തോത്രം ഒരു സ്പിരിച്വൽ ക്വാളിറ്റി. ഹല്ലേലൂയ മീൻസ് ആത്മീയമായിട്ടുള്ള ഒരു ഹല്ലേലൂയ ഒരു സ്വഭാവം, ആത്മീയ സ്വഭാവം, സ്പിരിച്വൽ ക്യാരക്ടർ. ഹല്ലേലൂയ സ്പിരിച്വൽ ക്യാരക്ടർ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാ. ഹല്ലേലൂയ ഹി ഹാസ് എ സ്പിരിച്വൽ ക്യാരക്ടർ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും നമ്മൾക്കൊക്കെ ഒരു വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനുസരിക്കണോ വേണ്ടയോ 50-50 ഉള്ളവരുണ്ട്, 80 ഹല്ലേലൂയ സ്തോത്രം 20 ഉള്ളവരുണ്ട് അല്ലേ, 70-30 ഉള്ളവരുണ്ട്, ഹല്ലേലൂയ 20-80 ഉള്ളവരുണ്ട്. ഹല്ലേലൂയ ഒരു വചനം കേൾക്കുമ്പോൾ പല നിലവാരത്തിലാണ് ഓരോരുത്തർ റിസീവ് ചെയ്യുന്നത്. എന്നാൽ ഹല്ലേലൂയ ഇവിടെ കാലേബ് വ്യത്യസ്തനാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പൂർണ്ണമായി അനുസരിച്ചത്. ഹല്ലേലൂയ താൻ അറിഞ്ഞ സത്യത്തെ പൂർണ്ണമായിട്ട് അനുസരിപ്പാൻ അതിനൊരു വലിയ കൃപ വേണം പ്രിയമുള്ളവരെ. കേട്ടതിനനുസരിച്ച് ഹല്ലേലൂയ അറിഞ്ഞതിനനുസരിച്ച് പൂർണ്ണമായിട്ട് ഉറച്ചു നിൽപ്പാൻ അനുസരിപ്പാൻ വലിയൊരു ദൈവകൃപ വേണം. ആമേൻ സ്തോത്രം ചിലതിനോട് നോ പറഞ്ഞാൽ മാത്രമേ ആമേൻ സ്തോത്രം നമുക്ക് നിൽക്കുവാൻ പറ്റത്തുള്ളൂ, ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോട് നോ പറഞ്ഞാൽ മാത്രമേ, ലോക കണ്ണുകൊണ്ട് മനുഷ്യർ കാണുന്നതിനോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിനോടൊപ്പം നിൽക്കാതിരുന്നാൽ മാത്രമേ പൂർണ്ണ അനുസരണത്തോട് തനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം എല്ലാത്തിനും കയറി യേശു പറയാൻ അവിടെ പറ്റത്തില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ എല്ലാരോടും ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണമായി അനുസരിച്ചത്, പൂർണ്ണമായി 100/100 ആമേൻ സ്തോത്രം പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് ഇവിടെ ദൈവം പറയാണ് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ഹല്ലേലൂയ ഞാൻ അവനെ എത്തിക്കും. ഇറ്റ്സ് മൈ പ്രോമിസ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം പലരെത്തണമെന്നില്ല, അനുസരണം കാണിച്ചവർ എത്തണമെന്നില്ല, എത്തിയിട്ടില്ല. ഹല്ലേലൂയ നമുക്കറിയാം 20 വയസ്സിന് താഴെയുള്ളവരും കാലേബും യോശുവയും മാത്രമാണ് വാഗ്ദത്ത നാട് അവകാശമാക്കിയത്. ആമേൻ സ്തോത്രം എന്നാൽ കാലേബ് എത്തുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ ഞാൻ അവരെ എത്തിക്കും. തീർന്നില്ല. ആമേൻ സ്തോത്രം ഒരു പിതാവ് അനുസരിച്ചത് കൊണ്ട് തന്റെ തലമുറയ്ക്കൂടെയുള്ള വാഗ്ദത്തം ദൈവം കൊടുക്കുകയാണ്. ഹല്ലേലൂയ അവന്റെ സന്തതി അത് അവകാശമാക്കും. ഹല്ലേലൂയ നോക്കണമേ ഒരു പിതാവിന്റെ അനുസരണം, ഒരു പിതാവിന്റെ സ്പിരിച്വൽ ക്യാരക്ടർ തന്റെ തലമുറയിലേക്കും ആ അനുഗ്രഹത്തെ കൊണ്ടുവരിക. ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം കാലേബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 13-ാം അധ്യായത്തില് മോശ സ്തോത്രം 12 ഗോത്രങ്ങളിൽ നിന്ന് ലീഡേഴ്സിനെ തിരഞ്ഞെടുത്ത് വിടുന്നതില് സ്തോത്രം യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകനായ കാലേബ് എന്ന 6-ാമത്തെ വാക്യം 13-ാം അധ്യായം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവിടെ കാണുന്ന യഹൂദ ഗോത്രത്തിലെ യെഫുന്നയുടെ മകനായ കാലേബ് ഹല്ലേലൂയ സ്തോത്രം ഒരുവനായിരുന്നു. കാലേബിനോടൊപ്പം യോശുവ ഉണ്ടായിരുന്നു. ബാക്കി ആമേൻ സ്തോത്രം 10 ഗോത്രത്തിലെയും ഹല്ലേലൂയ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരെ എല്ലാം കൂടെ ചേർത്ത് ആമേൻ സ്തോത്രം മോശ അവരെ ആമേൻ സ്തോത്രം അവർക്ക് വാഗ്ദത്തം ചെയ്ത നാടായ ആമേൻ സ്തോത്രം പാലും തേനും ഒഴുകുന്ന നാടായ കനാനിലേക്ക് ഒറ്റുനോക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം വിടുകയാണ്. ആമേൻ സ്തോത്രം ചുമ്മാതങ്ങ് നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞല്ല മോശ വിടുന്നത്. വളരെ വ്യക്തമായി ക്ലിയർ കട്ടായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചിട്ട് വരുവാൻ ഒരു ലീഡർ ഹല്ലേലൂയ സ്തോത്രം ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻ നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം
18 മുതൽ ഹല്ലേലൂയ സ്തോത്രം താഴോട്ട് വായിക്കാം. 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ദേശം ഏതു വിധമുള്ളത്? ആ അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ആ ചുരുക്കമോ അധികമോ? അവർ ഉം, പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ? ഉം, അവർ ഉം. വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ? ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ? അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കിയറിവീൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതും ആമേൻ. മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അതെ, അങ്ങനെ അവർ ആമേൻ. കയറിപ്പോയി സീൻ കയറിപ്പോയി. ഹാലേലിയ മരുഭൂമികളിൽ. മതി. ഓക്കെ, മതി മതി. താങ്ക് യു സിസ്റ്റർ. ഹാലേലിയ. ഇവിടെ പറയുന്നു നിങ്ങൾ മലയുടെ മുകളിൽ കയറണം. കയറിയിട്ട് അവിടെ പറയുന്നു ഹാലേലിയ കയറി നിന്നുകൊണ്ട് ആ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതുവിടം, ദേശത്തെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞാൽ മതി അല്ലേ. എന്നാല് ശത്രു അല്ലെ ഇവർ അവകാശമാക്കുവാൻ പോകുന്ന ദേശത്തിന്റെ അവസ്ഥ, ഹല്ലേലൂയ, കൈവശമാക്കുവാൻ പോകുന്ന ദേശത്തിന്റെ അവസ്ഥ സഹോദരൻ എത്ര ക്ലിയർ കട്ടായിട്ട്, എന്ത് സൂക്ഷ്മതയോടെ ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ നോക്കിയിട്ട് വരുവാൻ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതായിട്ട് നമുക്ക് എന്താ ബന്ധം? ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഹല്ലേലൂയ, നമ്മളത് ഓരോന്നും ശ്രദ്ധിക്കണമേ. ദേശം ഏത് വിധം, ദേശത്തെ നോക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കനാൻ ദേശം ഉറ്റു നോക്കിയിട്ട് വന്നാൽ മതി. പക്ഷെ ദേശം ഏത് വിധം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഓരോ നൂലും അല്ലെങ്കിൽ തലനാല് ഇര ഇപ്പൊ പൊളിച്ച് നോക്കണമെന്ന് പറഞ്ഞ പോലെ മോശ പറഞ്ഞു കൊടുക്കുകയാണ്, ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദേശത്ത് നോക്കിയിട്ട് വന്നാൽ പോരാ, ദേശം ഏത് വിധം ഉള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥ, അവർ ബലവാന്മാരാണോ ബലഹീനരാണോ? സ്തോത്രം. തീർന്നില്ല. ചുരുക്കമാണോ അധികമാണോ? ജനത്തിന്റെ അവസ്ഥയാ. ദേശത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ജനത്തിന്റെ അവസ്ഥ, അവർ ബലവാന്മാരാണോ ബലഹീനരാണോ? ചുരുക്കമാണോ അധികമാണോ? സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ടാണ് അവർ പാർക്കുന്ന ദേശം അത് നല്ലതാണോ അതാകാത്ത ദേശം, കൊള്ളാമോ ഇല്ലയോ? നോക്കണമേ, എത്ര ഡീപ്പായിട്ടാണ്, എത്ര സൂക്ഷ്മതയോടെയാണ് ഒരു ലീഡർ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അവിടെ അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങളിലേക്ക് അടുത്ത് ചെല്ലുക. ദേശം കഴിഞ്ഞു, ആൾക്കാർ ജനങ്ങൾ കഴിഞ്ഞു, ഇനി പട്ടണത്തിന്റെ അവസ്ഥ അല്ലെ. അടുത്ത ഹല്ലേലൂയ സ്തോത്രം ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആക്രമിച്ച് മുന്നേറണമെങ്കിൽ, ശത്രുവിനെ തകർക്കണമെങ്കിൽ പട്ടണങ്ങളെ നോക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പട്ടണങ്ങൾ ഉറപ്പുള്ളതാണോ? അത് പാളയങ്ങളുണ്ടോ, കോട്ടകളുണ്ടോ? ശത്രുവിന് പതിയിരുന്ന് വരുന്ന അടുത്ത ഹല്ലേലൂയ സ്തോത്രം രാജ്യങ്ങളെ ആക്രമിക്കുവാൻ കോട്ടകൾ പണിയും. മറഞ്ഞിരിപ്പാൻ, ശത്രുവിനെ ആക്രമിക്കാൻ പാളയങ്ങളുണ്ട്, കോട്ടകളുണ്ട്. അതൊക്കെ ഉള്ള ദേശമാണോ? അതേപോലെ തന്നെ ദേശം പുഷ്ടിയുള്ളതാണോ പുഷ്ടിയില്ലാത്ത ദേശമാണോ? അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാണ് അത്രത്തോളം ഡീപ്പായിട്ട് ചോദിക്കുക? വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ശത്രുവിനെ അറ്റാക്ക് ചെയ്യുവാൻ ദൂരത്ത് നിന്ന് തന്നെ സ്തോത്രം അമ്പും വില്ലും അയച്ച് ശത്രുവിനെ തകർക്കുവാൻ, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ എന്ത് ഉപകരണങ്ങളാണോ അതിനെ ഹല്ലേലൂയ വിട്ടുകൊണ്ട് ശത്രുവിനെ ദൂരത്ത് നിന്ന് തകർക്കുവാൻ പറ്റുന്നതാണ് ഈ വൃക്ഷങ്ങൾ. ഉയരമുള്ള പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ നീളമുള്ള വൃക്ഷങ്ങള് ദേശത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള കാരണം ഇതാണ്. ദൂരത്ത് നിന്ന് ശത്രുവിന്റെ നീക്കങ്ങൾ അറിയുവാൻ കഴിയും. ഈ വൃക്ഷങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം സൈന്യങ്ങൾ നിന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാർ നിന്നു കഴിഞ്ഞാൽ ശത്രു രാജ്യത്തിന് കാണാൻ പറ്റത്തില്ല. കാരണം മുഴുവനും ഇലകളാൽ മറിഞ്ഞിരിക്കുന്ന വൃക്ഷമാ. ഏറ്റവും പൊക്കം കൂടിയ വൃക്ഷത്തിന്റെ മുകളിൽ കയറി നിന്നാണ് ശത്രുവിന്റെ ഓരോ ചലനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന, ഈ ദേശത്തെ ഇൻവൈഡ് ചെയ്യുവാൻ, ആക്രമിക്കുവാൻ വന്നുകൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ ഓരോ ചലനങ്ങളും ദൂരത്തു നിന്ന് മനസ്സിലാക്കുവാൻ. അതാണ് അവിടെ ചോദിക്കുന്നത്. വൃക്ഷം ഉയരമുള്ളതാണോ, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഉണ്ടോ ഇല്ലയോ, അതെപ്രകാരമുള്ളതാണ് എന്നൊക്കെ നോക്കി കണ്ടുവരണം. നോക്കണമേ, എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ആക്രമിക്കാൻ പോകുന്ന ശത്രുദേശത്തിന്റെ ഓരോ അവസ്ഥകൾ. എൻ്റെ ദേശം എപ്രകാരമാണ്, ജനത്തിന്റെ അവസ്ഥ, ബലവാന്മാരാണോ ബലഹീനരാണോ, അധികമാണോ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചുരുക്കമാണോ, പട്ടണങ്ങളുണ്ടോ, കോട്ടകളുണ്ടോ, സ്തോത്രം പാളയങ്ങളുണ്ടോ, വൃക്ഷങ്ങളുണ്ടോ, തീർന്നില്ല. ദേശം പുഷ്ടിയുള്ളതാണോ ആകാത്തതാണോ? വളരെ സൂക്ഷ്മതയോടുകൂടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അയക്കുന്ന ഒരു മോശയെ നമുക്ക് കാണാനായിട്ട്. എന്നിട്ട് തീർന്നില്ല, ആ സമയത്ത് അവിടെ കായ്ക്കുന്ന ഫലവും കൊണ്ടുവരണം. 40 ദിവസം കൊണ്ട് അവർ ആ ദേശത്തെത്തിയത്. എന്നിട്ട് അവര് ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്ന് ആ കായ്ച്ചുകൊണ്ട്, മുന്തിരിങ്ങ കായ്ക്കുന്ന കാലമായതുകൊണ്ട് അതും മുന്തിരിങ്ങയും പറിച്ചുകൊണ്ട് കുലയായിട്ട് പറിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
അമ്മേ സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും അമ്മേ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ശത്രു വെളിപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ശത്രു തനിക്ക് അല്പകാലമേ ഉള്ളൂ. സാത്താൻ സ്തോത്രം വെട്ടേറ്റ് ആകാശത്ത് നിന്ന് വീണ് കഴിഞ്ഞ് അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് സ്തോത്രം ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. റാപ്ചർ ഈസ് നിയർ. കർത്താവിന്റെ രഹസ്യ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രയും ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ ഈ ഹല്ലേലൂയ സ്തോത്രം ശത്രുവിന്റെ പക്ഷത്തേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുപോവാൻ ഹല്ലേലൂയ സ്തോത്രം കഴിയുമോ അത്രത്തോളം ആൾക്കാരെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റുവാനുള്ള തന്ത്രവും മെനഞ്ഞുകൊണ്ട് പാപത്തിന്റെ ചതി ഹല്ലേലൂയ സ്തോത്രം തന്ത്രം മെനഞ്ഞുകൊണ്ടാണ് ശത്രു ചതിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഹല്ലേലൂയ സ്തോത്രം, ഈ സമയത്ത് നമ്മൾ ശത്രുവിന്റെ ഓരോ ചലനങ്ങളും ഓരോ നീക്കങ്ങളും അറിയേണ്ടുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. എങ്ങനെ ശത്രുവിന് നമ്മളെ ചതിക്കാനുള്ള ഹല്ലേലൂയ സ്തോത്രം വഴിയുണ്ട്, എങ്ങനെ നാം അവന്റെ ചതിയിൽ പെടാതിരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഓരോന്നും നാം മനസ്സിലാക്കണം. ഓരോ ചലനങ്ങളും ശത്രുവിന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, സാത്താനോ താൻ വിളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരുന്നു. പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, വിടുതലുണ്ട്, സാക്ഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ വചനം ചെറുതായിട്ട് അങ്ങ് തെറ്റിക്കും. ഹല്ലേലൂയ. വചനം അറിയുന്നവനെ, ദൈവത്തിന്റെ നാമം അറിയുന്നവന് മാത്രം ഈ കാലഘട്ടത്തിൽ നിലനിൽപ്പാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, തീർന്നില്ല. സാത്താൻ താനും വിളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരുമ്പോൾ അവന്റെ ശിഷ്യന്മാരും നീതിയുടെ ശിഷ്യന്മാരുടെ വേഷം ധരിച്ചു വരുന്നു. ഫാഷൻ ട്രാൻസ്ഫോംഡ് എന്ന് അവിടെ കാണുന്നു ഇംഗ്ലീഷില്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഹല്ലേലൂയ കറുത്തതും അവരുടെ വെളിയിൽ മുഴുവനും ആമേൻ സ്തോത്രം നീതിയുടെ പ്രവൃത്തികളും റൈറ്റ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും നീതിയുടെ പ്രവൃത്തികളും നന്മ പ്രവൃത്തികളും സ്തോത്രം ഹല്ലേലൂയ ചെയ്യുന്ന ആൾക്കാരാണ് അവന്റെ ശിഷ്യന്മാർ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ എത്രമാത്രം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഈ കാലഘട്ടത്തില് ഹല്ലേലൂയ സ്തോത്രം ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ സ്തോത്രം നിത്യത നഷ്ടമാക്കുന്നതൊന്നും അത് വേണ്ട എന്ന് പറയും. നോ പറയേണ്ടടുത്ത് നോ. ഒറ്റ പ്രാവശ്യം നോ പറഞ്ഞാൽ പിന്നെ ആരും നമ്മളോടത്ത് ചോദിക്കത്തില്ല. ഹല്ലേലൂയ അത് ചെയ്യാമോ അല്ലെങ്കിൽ ഒന്ന് വരാമോ എന്ന്. ഒറ്റ പ്രാവശ്യം നോ പറഞ്ഞാൽ മതി. ഈ ഒറ്റ പ്രാവശ്യം നോ പറയാനാ നമുക്ക് പാട്. അതിൽ നമ്മൾ വീഴും, അതിൽ സാത്താൻ നമ്മളെ വീഴ്ത്തും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്ര മനോഹരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകിയാണ് അല്ലെ വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ എത്തിക്കുമെന്നുള്ളത്. നമ്മെ സ്തോത്രം ഹല്ലേലൂയ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന്റെ അപ്പം തൊട്ട് ദൈവം അരുളി ചെയ്യുന്നതാ മോശയിൽ കൂടി. ഹല്ലേലൂയ. കാനാൻ ഹല്ലേലൂയ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള വാഗ്ദത്ത അപ്പം തൊട്ട് ജനം കേൾക്കുന്നതാ. ആമേൻ സ്തോത്രം. എന്നാൽ ഇവർ ദേശത്തെ ഒറ്റുനോക്കാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ ഉള്ള ഈ വാഗ്ദത്തവും ആമേൻ സ്തോത്രം അവർ ഈ ഇറങ്ങിത്തിരിച്ച ആ ഒരു ശക്തിയും ബലവും ആമേൻ സ്തോത്രം എല്ലാം അസ്തമിക്കുന്നു. അതും ഇത്രയും സഞ്ചരിച്ചു, ചെങ്കടലിൽ കൂടി കടന്നു, വലിയ അത്ഭുത വിടുതലുകൾ കണ്ടു. ആമേൻ സ്തോത്രം. ഇനിയും ഹല്ലേലൂയ ആ കനാൻ എന്ന് അവകാശമാക്കുക, അതും ദൈവം പറഞ്ഞതാ. ഇത് നിങ്ങൾക്കുള്ള അവകാശമാ, ദൈവം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ റിപ്പോർട്ട് ഒന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ ഉള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള വാക്കുകളാണ് ഓരോ നേതാക്കന്മാരും. ശ്രദ്ധിക്കണമേ, ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തതാ. ലീഡേഴ്സിന്റെ ഓരോ ഗോത്രത്തിൽ നിന്നും ലീഡേഴ്സിനെ തിരഞ്ഞെടുത്ത ലീഡേഴ്സിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും അതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഹല്ലേലൂയ സ്തോത്രം മനസ്സും. ലീഡർ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ആൾക്കാർ അത് പോസിറ്റീവായിട്ട് അവരുടെ എനർജി ഫോം ചെയ്യും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് അത് പോസിറ്റീവ്, ദൈവം പറഞ്ഞതല്ലേ. ആമേൻ സ്തോത്രം. ഒരു ലീഡർ പറഞ്ഞാൽ മതി, ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ചെയ്യണം, ഒറ്റ വാക്ക് മതി. ഹല്ലേലൂയ സ്തോത്രം അല്ലേ. എന്നാൽ ഈ 10 ലീഡേഴ്സ് ഇവിടെ എന്താ പറയുന്നത് അറിയുമ്പോൾ നമുക്ക് വായിക്കാം. ഈ 13 അധ്യായത്തിൽ തന്നെ അതിന്റെ 27 മുതൽ താഴോട്ട് വരുമ്പോൾ അവർ അവനോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. കേട്ടോ, ഞങ്ങൾ പോയി. നീയല്ലയോ ഞങ്ങളെ അയച്ചത്, ഞങ്ങൾ പോയി. 40 ദിവസം കൊണ്ട് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. സത്യമാ, ദൈവം പറഞ്ഞ വാഗ്ദത്വം അനുസരിച്ച്, നീ പറഞ്ഞ അനുസരിച്ച് അതെന്താ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാ. ഞങ്ങൾ പോയി കണ്ടു. അതിലെ ഫലങ്ങൾ ഇതാ. പറഞ്ഞില്ലയോ ഫലങ്ങൾ പറിച്ചിട്ട് വരണമെന്ന്. ഇതാ മുന്തിരിക്കൊല. ഈ കാലഘട്ടത്തിൽ അവിടെ മുന്തിരിയാണ് ഏറ്റവും കൂടുതൽ ആമേൻ സ്തോത്രം കൃഷി ചെയ്യുന്ന വളരുന്നത്. അതിന്റെ ഫലത്തിന്റെ സമയമായിരുന്നു. അവർ ഫലം പറിച്ചിട്ട് വന്നു. അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്.
ഇതാണ് മനുഷ്യനെ തകർക്കുന്നത്. എന്താണ്? ഇത്രയും വാഗ്ദത്തമുള്ള ജനം, ചെങ്കടലിന്റെ നടുവിൽ കൂടി ദൈവപ്രവൃത്തി കണ്ട ജനം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, വനഭൂമിയിൽ കൂടി തന്റെ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അനുഭവിച്ച ജനം, ആമേൻ സ്തോത്രം, ഓരോ ദിവസവും കുറഞ്ഞത് 2 അത്ഭുതങ്ങൾ കണ്ട ജനം, ആമേൻ സ്തോത്രം, അവിടെ ഒരു വാക്ക് പറയുന്നു. എന്താണ്? എങ്കിലും. ഇതാണ് വലിയ പ്രശ്നം. എങ്കിലും ആ ഒരു വാക്ക് വന്നു. ഒന്നാലോചിച്ച്, ആ ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ അങ്ങ് തളരുക. പിന്നെ വാഗ്ദത്തം കേട്ടോ ഇല്ലയോ, ആര് മുന്നിൽ നിൽക്കുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. എങ്കിലും നമുക്കത് പറ്റത്തില്ല, അല്ലെ? അവിടെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞു. ഒരു എങ്കിലും എന്നുള്ള ഒരു വാക്കില്, നമ്മൾ പറയുന്ന ഈ വാക്കിൽ നമ്മുടെ ശരീരം മുഴുവനും അതിനോട് സ്തോത്രം അനുകൂലിച്ചു കഴിഞ്ഞു. നെഗറ്റീവായിട്ടുള്ള ആ ഒരു അനുകൂലം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. മനസ്സ് അതിനോട് ചേർന്നു. പിന്നെ കാണുന്നത് മുഴുവനും നെഗറ്റീവ്. അവിടെ എന്തോ കാണുന്നത്? എങ്കിലും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എന്താണ്? ദേശത്ത് പാർക്കുന്ന, അല്ലെ? ദേശം പോയി ഉറ്റുനോക്കാൻ പറഞ്ഞതാ. ആ നമ്മൾ നേരത്തെ വായിച്ച വാക്യവും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണമേ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദേശത്ത് പാർക്കുന്ന ജനത്തിന്റെ അവസ്ഥ എന്താണ്? ആമേൻ സ്തോത്രം, അവിടെ പറഞ്ഞു ബലവാന്മാരാണോ ബലഹീനരാണോ നോക്കണം. ബലവാന്മാരോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പട്ടണത്തെ കുറിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പട്ടണത്തിൽ എന്തോ ഉണ്ട്, കോട്ടയുണ്ടോ പാളയമുണ്ടോ എന്നുള്ളത് നോക്കണം. നല്ലതാണോ ആകാത്തതാണോ നോക്കണം. അവിടെ പോയി നോക്കി അവര്. അവിടെ എന്താ കണ്ടത്? പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ അവിടെ ആരെ കണ്ടു? ഒരു ബലവാന്മാരാണോ ബലഹീനരാണോ ജനങ്ങളെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അനാഖ്യ പുത്രന്മാർ. അനാഖ്യരാരാണ്? മല്ലന്മാരാ. അവരുടെ ശരീരത്തിന്റെ അവസ്ഥകളും നീളവും വീതിയും ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര, അവരുടെ മുൻപിൽ ഹല്ലേലൂയ സാധാരണ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുന്ന മല്ലന്മാർ, അനാഖ്യരുടെ തലമുറകള്, പുത്രന്മാരവിടെയുണ്ട്. തീർന്നില്ല. അനാഖ്യർ മാത്രമല്ല, അമാലേക്യർ തെക്കേ ദേശത്ത്, ഹിദ്യരും യെബൂസ്യരും ഹല്ലേലൂയ അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു ചുറ്റും. ചുമ്മാതെ വാഗ്ദത്തം പിടിക്കാൻ പറ്റുമോ? കനാന്യരും പാർക്കുന്നു. വെറുതെ വാഗ്ദത്തം നൽകി തന്ന് നീ ഇത് പോയി അവകാശമാക്കിക്കോ, ദൈവത്തിന് എന്താ പറ്റത്തില്ലേ? അങ്ങനെ ഒരു വാഗ്ദത്തം ദൈവം നൽകി തരത്തില്ല. വാഗ്ദത്തം ഹല്ലേലൂയ പ്രാപിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടി വേണം വാഗ്ദത്തം പ്രാപിക്കാൻ. ചുമ്മാതെ കയ്യിലെടുത്ത് തരുന്നതൊന്നല്ല വാഗ്ദത്തം. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? ചുമ്മാതൊരു വാഗ്ദത്തം ആർക്കും പ്രാപിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൽ കൂടി കടന്നു പോകേണ്ട ചില പ്രോസസ് ഉണ്ട്. ആമേൻ സ്തോത്രം. ശത്രുക്കൾ ചുറ്റുമുണ്ട്. കനാൻ ദേശം അവകാശമാക്കണമെങ്കിൽ ഇത്രയും അനാക്യരുണ്ട്, യെബൂസ്യരുണ്ട്, ഹിവ്യരുണ്ട്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അമാലേക്യരുണ്ട്, അമോര്യരുണ്ട്. ദേശത്തിന് ചുറ്റും ഹല്ലേലൂയ ശക്തിയേറിയ ശത്രുക്കൾ നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം, ദൈവം പറഞ്ഞു ഞാൻ കനാൻ നിങ്ങൾക്ക് അവകാശമായി നൽകി തരും. ഹല്ലേലൂയ. ഇവര് കണ്ടത് മുഴുവനും ഈ ചുറ്റും നിൽക്കുന്ന ഈ ശത്രുക്കളും വലിയ അനാഖ്യ മലമാരും പട്ടണം ഉറപ്പുള്ള പട്ടണവും. അയ്യോ തീർന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കാണുന്നുണ്ട്, എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്നതും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കേട്ടിട്ടും ഹല്ലേലൂയ സ്തോത്രം സാഹചര്യങ്ങളെ കണ്ടിട്ട് അവിശ്വാസം ഉടലെടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും വ്യത്യാസമാണ്. ഇവിടെ 2 വാക്ക് നമ്മൾ കണ്ടു. ആമേൻ സ്തോത്രം. വാഗ്ദത്തം കേട്ടു, വാഗ്ദത്തത്തിനായി ആമേൻ സ്തോത്രം അവര് ഉറ്റുനോക്കുവാൻ, ദേശം ഉറ്റുനോക്കുവാൻ പോയി. എന്നാൽ അവർ കണ്ടതിനനുസരിച്ച് അവരെയും തമ്മിൽ കമ്പയർ ചെയ്തു. ദൈവത്തിന്റെ വാഗ്ദത്തം അവർ ചെറുതായി കണ്ടു, ദൈവത്തെ ചെറുതായി കണ്ടു, അല്ലെ? ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ചെറുതായി കണ്ടെങ്കിൽ ദൈവത്തെ അവർ ചെറുതായി കണ്ടു. അവരുടെ മുൻപിൽ അനാഖ്യരാണ് വലുത്. അവരുടെ പട്ടണ ഉറപ്പും വലിപ്പവുമുള്ള പട്ടണമാണ് വലുത്. അവർക്ക് ചുറ്റും ഇപ്പോൾ നിൽക്കുന്ന ശത്രുക്കളാണ് അവർക്ക് വലുത്. അവരുടെ വാഗ്ദത്തവും അവരുടെ ദൈവവും അപ്പോൾ ചെറുതായി. ഹല്ലേലൂയ. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക എങ്കിലും അയ്യോ ഞങ്ങളെ കൊണ്ടത് പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്നും ഈ വാഗ്ദത്തം ചെയ്ത ദൈവം വലിയവനാണെന്നും ഈ വാഗ്ദത്തം തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം അവകാശമായി നൽകി തരുമെന്നും എത്ര അസാധ്യങ്ങളുടെ മധ്യേയും വാഗ്ദത്തം ചെയ്ത ദൈവം അത് തന്റെ മക്കൾക്കായിട്ട് തനിക്ക് ഹല്ലേലൂയ വേണ്ടി നിൽക്കുന്നവർക്കായിട്ട് അത് ഏൽപ്പിച്ചു തരുമെന്നുമുള്ള വിശ്വാസമുള്ളവരുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ട വാക്കാണ്
എന്താണ്? എന്നാൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ എങ്കിലും നമ്മൾ കേട്ടു എന്നാൽ. ഹല്ലേലൂയ. എന്നാൽ എന്നുള്ളത് എത്ര അസാധ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ സാധ്യമാക്കുന്നതാ എന്നാൽ എന്നുള്ള വാക്ക്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നാവിൽ നിന്ന് എന്നാൽ എന്നുള്ള ഒരു വാക്കേ പുറപ്പെടാവൂ. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും സംശയം ജനിപ്പിക്കുന്നതാ ദൈവത്തോടുള്ള സംശയം, ദൈവ വാഗ്ദത്തോടുള്ള സംശയം, ആമേൻ. ദൈവ പ്രവൃത്തിയോടുള്ള സംശയം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ള സംശയം. ദൈവം നമ്മൾക്ക് തരുവാൻ സാധ്യമുള്ളതാണെങ്കിൽ പോലും ഈ സംശയം കാരണം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പ്രസ്താവനയോട് പറയുക. ഹല്ലേലൂയ. അവന്റെ നാമത്തെ അറിയുന്നവരെ അവൻ ഉയർത്തുന്ന ദൈവമാ, അവനോട് പറ്റിയിരിക്കുന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. എങ്കിലും എന്നുള്ള വാക്ക് നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ. എന്നാൽ. ഹല്ലേലൂയ. ഇത്ര അസാധ്യങ്ങൾ അവർക്ക് മുൻപിലുണ്ട്. ഹല്ലേലൂയ. അനാക്യ പുത്രന്മാരുണ്ട്, ശത്രുക്കൾ ചുറ്റുമുണ്ട്, എബൂസ്യരുണ്ട്, ഹിദ്യരുണ്ട്, ഹല്ലേലൂയ, അമോര്യരുണ്ട്, അമാലേക്യരുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെയും ഉണ്ട്. ഹല്ലേലൂയ. പട്ടണം ഉറപ്പുള്ളതാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പാലും തേനും ഒഴുകുന്നതാ. എല്ലാം ദൈവം പറഞ്ഞ വാഗ്ദത്തം തന്നെയാ. എന്നാൽ എന്നാൽ ആമേൻ സ്തോത്രം. എത്ര അസാധ്യമുണ്ടെങ്കിലും യോശുവയും കാലേബും പറഞ്ഞു, ആമേൻ സ്തോത്രം, ദൈവം അത് അരുളി ചെയ്തെങ്കിൽ നാം അത് കൈവശമാക്കും. ഹല്ലേലൂയ. അസാധ്യങ്ങൾ എന്തും നിൽക്കട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടവർ, ഹല്ലേലൂയ സ്തോത്രം, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വാഗ്ദത്തത്തിന് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അസാധ്യം എത്ര തന്നെ ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. എന്നാൽ എന്നുള്ള വാക്കു മാത്രമേ ഒരു വിശ്വാസിയുടെ ദൈവപൈതലിന്റെ നാവിൽ നിന്ന് പുറത്തു വരാവൂ. കാണുന്നതിനെ ഹല്ലേലൂയ കണ്ടുകൊണ്ടല്ല നമ്മൾ വിധി എഴുതുന്നത്. കാണാത്തതിനെ, ദൈവം പറഞ്ഞതിനെ ഹല്ലേലൂയ സ്തോത്രം പ്രാപിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ എന്നാൽ എന്നാൽ ഹല്ലേലൂയ നമ്മൾ അത് അവകാശമാക്കും. നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ യഹോവ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. കാലേബ് മോശയുടെ മുൻപാകെ എന്നാൽ കാലേബ് അവിടെ വ്യത്യസ്തനായിട്ട് മാറി. ഇതാ ദൈവം പറയാം, അവന് വേറൊരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും നോക്കുന്നത് പോലെയല്ല അവൻ നോക്കുന്നത്, എല്ലാരും പറഞ്ഞതുപോലെയല്ല അവൻ പറഞ്ഞത്, എല്ലാരും പ്രവർത്തിക്കുന്ന പോലെ അവൻ പ്രവർത്തിക്കുന്ന. കാലേബിന് വേറൊരു സ്വഭാവമുണ്ട്. ഹി ഹാസ് എ സ്പിരിച്വൽ ക്യാരക്ടർ. ഹല്ലേലൂയ. കണ്ടതിനെ നോക്കി വിധി എഴുതുന്നവൻ അല്ല കാലേബ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി. ഹല്ലേലൂയ. അമര് നിക്ക്, നിങ്ങളുടെ നാവിൽ നിന്ന് അത് വരരുത്. അമ്മേ സംശയം ജനിപ്പിക്കുന്ന വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരരുത്. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. നാം ചെന്ന് അവിടെ ഞാനെന്ന് പറഞ്ഞില്ല, നമുക്കത് അവകാശമാക്കുവാൻ പറ്റും. നാം ചെന്നത് കൈവശമാക്കുക. നമുക്കത് സാധിക്കും. അമ്മേ അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ നോക്കണമേ. ഹല്ലേലൂയ. പിന്നെ അവിടെ 31-ാമത്തെ വാക്യത്തിൽ എങ്കിലും കണ്ടോ, എങ്കിലും എന്നുള്ളത് തീർന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം ചെയ്തിട്ട് 10 പേരുണ്ട്. 10 ലീഡേഴ്സിന്റെ മുൻപിലാണ്, 10 തെരഞ്ഞെടുക്കപ്പെട്ട അമ്മേ നേതാക്കന്മാരുടെ മുൻപിലാണ് ഒരുവൻ നിൽക്കുന്നത്. ഒരുവനേ ഉള്ളൂ, കൂടെ യോശുവായി അല്ലേ. എപ്പോഴും സംഖ്യബലം അവരാ. ഈ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ എവിടെയാണോ കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ആരാണോ കൂടുതൽ 12 പേരുണ്ട്, 10 പേര് ഇത് നമുക്ക് അവകാശമാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മേ സ്തോത്രം, നേതാവ് ആരുടെ കൂടെ നിൽക്കും? പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ നേതാവ് എപ്പോഴും 10 പേരുടെ കൂടെ നിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. മോശ അവിടെ നിന്നു എന്നല്ല ഞാൻ പറയുന്നത്, കാലേബിന്റെ സ്വഭാവം. ഹല്ലേലൂയ. കാലേബ് അവിടെ വ്യത്യസ്തനായിട്ട് മാറി. ഒറ്റയ്ക്ക് നിന്നാലും സത്യത്തിന് വേണ്ടി നിൽപ്പാൻ, ഒറ്റയ്ക്ക് നിന്നാലും വാഗ്ദത്തത്തിന് വേണ്ടി നിൽപ്പാൻ, ആരും കൂടെ ഇല്ലെങ്കിലും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ആമേൻ വാഗ്ദത്തത്തെ പ്രാപിച്ചെടുപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുക അല്ലേ. ആമേൻ സ്തോത്രം. ഒത്തിരിയും ഹല്ലേലൂയ. ഇന്നൊരു സിസ്റ്റർ വിളിച്ച് വളരെ വിഷമത്തോടുകൂടി അവർ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടതാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവർ ആഭരണം ഇടാത്തതിന് അവരുടെ അമ്മ ഇന്നേ വരെ അടിക്കാത്ത അമ്മയും അപ്പൻ ഹല്ലേലൂയ, ഇന്നേ വരെ അവരെ തൊടാത്ത അപ്പൻ ഹല്ലേലൂയ, അപ്പൻ ചെള്ളക്കടിച്ച് ഹല്ലേലൂയ ഉള്ളിലെ പല്ല് തകർന്നു പോയ ഒരു സിസ്റ്ററാ, കുവൈറ്റിലുള്ളതാ. ഹല്ലേലൂയ. ഒത്തിരി സാക്ഷ്യമുള്ള ഒരു പുള്ളിക്കാരിയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആസാദി ചാനൽ കഴിഞ്ഞ ദിവസം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ സാക്ഷ്യം വരുവാൻ തക്കോണം ഇടയായി തീർന്ന ഒരു പുള്ളിക്കാരിയാ. ആമേൻ സ്തോത്രം. പറയുക, എന്റെ സിസ്റ്ററെ, ആമേൻ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ഈ സത്യദൈവം, ജീവനുള്ള ദൈവം, സംസാരിക്കുന്ന ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഇറങ്ങി, എനിക്ക് ഈ ദൈവത്തെ മതി എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ളതെല്ലാം അവർ കുണുക്കിടുന്നവരാ, അവർ പൊട്ടിടുന്നവരാ, സിന്ദൂരമില്ലാത്തവരെ കണ്ടിട്ടില്ല, ആഭരണം ധരിക്കുന്നവരാ, മോതിരം ഹല്ലേലൂയ വിരലുകളിൽ മോതിരവും കൊലുസും എല്ലാം 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 സ്വർണത്തിൽ അത്രത്തോളം ഉള്ള ആൾക്കാരാ. ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് സത്യദൈവത്തെ അറിഞ്ഞ് ഇറങ്ങി തിരിച്ച ആമേൻ സ്തോത്രം ഇന്ന് ഓരോ മീഡിയാസിലും നടക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിടാം ഇതിടാം ഹല്ലേലൂയ. അബദ്ധമായി പോയ
പോയെന്നൊക്കെ വലിയ വലിയ നേതൃത്വ നിരകൾ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉറച്ചു നിന്നോണം. ആരൊക്കെ ഉണ്ടെങ്കിലും ഏത് നേതൃത്വ നിര ഇല്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് അന്ത്യകാലമാ. ഹല്ലേലൂയ. സ്തോത്രം. വീഴാതിരിപ്പാൻ നാം നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു, ആരുടെയും കൂട്ടുപിടിക്കാൻ പോവല്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യുവാൻ തക്കവണ്ണം ഒറ്റയ്ക്ക് നിന്നാലും ജീവൻ കളഞ്ഞെന്ന് പറഞ്ഞു. എന്റെ തലമുറയോട് എന്റെ കുഞ്ഞുങ്ങളോട് ഈ ദിവസം ഞാൻ പറഞ്ഞ സ്തോത്രം. ഹല്ലേലൂയ. ജീവൻ പോന്നെന്ന് പറഞ്ഞാലും സത്യത്തിന് വേണ്ടി നിന്നോണം. സത്യം വിട്ട് ഒരു കളിക്കും പോകരുത്. ആരൊക്കെ ഒറ്റയ്ക്കാണോ ആരാധിക്കാൻ ഒറ്റയ്ക്ക് ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ആരും കൂട്ടുന്നില്ലേ വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുക. കോരകപുത്രന്മാരുടെ കൂട്ട് അപ്പൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ലീഡേഴ്സിനെതിരെ തിരിഞ്ഞു. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിന്നില്ല. ദൈവം നിങ്ങളോട് മാത്രമാണോ സംസാരിക്കുന്നത് വെച്ച് സ്തോത്രം അവരോട് മത്സരഗ്രഹിയായി തീർന്നപ്പോൾ ആ തലമുറ ഹല്ലേലൂയ നശിച്ചില്ല. കാരണം അവർ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറഞ്ഞത് അനുസരിച്ച്. പിന്നത്തേതിൽ ദാവീദിന്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആലയത്തിന്റെ ഉള്ളിൽ മ്യൂസിഷ്യൻസ് ആയിട്ട് ഹല്ലേലൂയ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നാം മാറി നിന്നാൽ, ഒറ്റയ്ക്ക് നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ, ആരും എന്തും ചെയ്തു കൊള്ളട്ടെ, ആരും എന്തും പ്രവർത്തിച്ചു കൊള്ളട്ടെ, വിശ്വാസ ത്യാഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തില് അധർമ്മമൂർത്തി വെളിപ്പെടുവാൻ സമയമായിരിക്കുന്ന കാലഘട്ടം വെളിപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ആരംഭമായി കഴിഞ്ഞു. വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് വചനത്തിൽ പറയുന്നെങ്കിൽ അത് നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ തീരുമാനം എന്റെ നിങ്ങളുടെയും. എന്നെ കേൾക്കുന്ന ഇന്ന് ശബ്ദം, ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന തീരുമാനം എന്റെ നിങ്ങളുടെയും. നിൽക്കണോ വേണ്ടയോ? ഇപ്പോൾ നീ നിന്നാൽ നാമും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇപ്പോൾ നാം അതിനോട് യെസ് പറഞ്ഞ് അതിനോട് കൂട്ടിച്ചേർന്നാലുണ്ടല്ലോ സ്തോത്രം, നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനെ ഇറങ്ങി ഓടേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഇതൊക്കെ വലിച്ചു വാരി ഊരി കളയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നിത്യം നഷ്ടപ്പെട്ടു. നമ്മൾ ഓടേണ്ടത് നിത്യത അവകാശമാക്കിക്കൊണ്ട്. നിത്യത നഷ്ടപ്പെട്ട ഒരു പ്രവർത്തിക്കും ഹല്ലേലൂയ ഞാൻ പോകില്ലെന്ന ഉറപ്പ്. നമ്മളിത് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സംഘടനയുമല്ല നമ്മൾക്ക് വേണ്ടി മരിച്ചത്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. സ്തോത്രം. അപ്രകാരം തീരുമാനമെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കാലേബ് ഒറ്റയ്ക്ക് നിന്നു. കാലേബ് പറഞ്ഞില്ല സ്തോത്രം, നമുക്കതിനെ കൈവശമാക്കുവാൻ പറ്റും. നമുക്കതിനെ പിടിച്ചടക്കുവാൻ പറ്റും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് സാധിക്കും. 14-ാം അധ്യായമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയ്ക്കെതിരെ ഇവർ തിരിയുന്നു. യോശുവയും ഹല്ലേലൂയ സ്തോത്രം കാലേബും ഹല്ലേലൂയ സ്തോത്രം വസ്ത്രം കീറുന്നു അല്ലെ. സ്തോത്രം. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ 8-9 14-ാം അധ്യായം അല്ലെ, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 8-9 വാക്യങ്ങളിലൊക്കെ താഴോട്ട് നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവ അത് തരും. യഹോവയല്ലയോ പറഞ്ഞത്, ലോക മനുഷ്യരല്ലോ പറഞ്ഞത്. ലോക മനുഷ്യർ പറഞ്ഞാൽ ലോക മനുഷ്യരുടെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. യഹോവ നമ്മളോട് പറഞ്ഞാൽ ദൈവം അത് നൽകി തരുവാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. നമ്മോടൊപ്പം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് നമുക്ക് ആ വാഗ്ദത്തത്തെ അവകാശമാക്കി തരുവാൻ സ്തോത്രം അവന്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുതേ. കാലേബും യോശുവ പറയും, നിങ്ങൾ യഹോവയോട് മത്സരിക്കരുത് ദയവ് ചെയ്ത്. സ്തോത്രം. ഹല്ലേലൂയ. മത്സരഗ്രഹികളാകരുത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടേണ്ട, അവർ നമുക്ക് ഇരയാകും. നിങ്ങളത് വിശ്വസിക്ക്. നമ്മളോടല്ലേ ദൈവം അരുളി ചെയ്തത്, നമ്മളല്ലേ വാഗ്ദത്തം കേട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമുക്ക് അവരെ നൽകി തരും. അവർ നമ്മുടെ ഇരയാ. നമ്മൾ കണ്ടു. അവർ ഹല്ലേലൂയ ബാഹ്യമായിട്ട് നോക്കിക്കഴിയുമ്പോൾ അവർ വലിപ്പമുള്ളവരാ. അവരോടൊന്നും നമുക്ക് സുവിശേഷം പറയാൻ പറ്റാത്ത ആൾക്കാരാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അവർക്ക് ഭയങ്കര ജ്ഞാനവും ബുദ്ധിയുള്ളവർ. എന്നാൽ ദൈവം അവരെ നമ്മുടെ കയ്യിലാ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവർ കയ്യിലാ പ്രിയമുള്ളവരെ. ദൈവം ശത്രുക്കളെ ഏൽപ്പിച്ചു തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഏൽപ്പിച്ചു തരുന്നത്. അവരുടെ വിടുതൽ നമ്മുടെ കൈകളിൽ കൂടിയാ. അവരുടെ ആത്മാക്കളുടെ രക്ഷ നമ്മുടെ കൈകളിൽ കൂടിയാ. ഹല്ലേലൂയ. നമുക്ക് ജ്ഞാനമോ ബുദ്ധിയോ ഒന്നുമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വിടുതല്, ആത്മാക്കളുടെ വിടുതല് നമ്മളിൽ കൂടിയാ ദൈവം ചെയ്തെടുക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കഴിവൊന്നും ദൈവത്തിന് വേണ്ട. നമ്മുടെ സമർപ്പണം മതി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അനുസരണം മതി. പൂർണ്ണ ഹൃദയത്തോടുള്ള അനുസരണം മതി. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കല്ലെറിയണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാര് സ്തോത്രം യോശുവയ്ക്കും ഹല്ലേലൂയ കാലേബിനെതിരെയൊക്കെ വരുവാണ്. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. ദൈവം വലിയ വാഗ്ദത്തം മോശയിൽ കൂടി ആർക്ക് കൊടുക്കുന്നു? കാലേബിന് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇത് 40-ാമത്തെ വയസ്സിൽ സംഭവിച്ചതാ. ഹല്ലേലൂയ. സ്തോത്രം. വർഷങ്ങൾ കടന്നുപോയി. സ്തോത്രം. യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ
രാജ്യങ്ങളെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശത്രുവിനെ തകർത്തുകൊണ്ട് അവർ മുന്നേറുന്നു. എന്നാൽ ഹല്ലേലൂയ യോശുവയുടെ പുസ്തകത്തിലേക്കാണ്. നമുക്കറിയാം യോശുവയിൽ കൂടിയാണ് ആമേൻ സ്തോത്രം മോശ കഴിഞ്ഞു, അടുത്ത നേതൃത്വ നിര യോശുവയിലേക്കായി. യോശുവയും കാലേബുമാണ്. യോശുവയാണ് അതിന്റെ ലീഡറായിട്ട്. മോശ കഴിഞ്ഞ യോശുവയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ കാലേബിന് അതിനോടൊന്നും ആമേൻ സ്തോത്രം അല്ലേ ഈ കാലഘട്ടത്തിലാണെങ്കിലോ പാര വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പാര വെച്ചിട്ടുള്ള ആൾക്കാരെ വിളിച്ച് അടുത്തൊരു സഭ തുടങ്ങും അല്ലേ. അതല്ലേ സത്യം, ഉള്ള സത്യമായത്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ എൽഡറാക്കിയില്ല, എന്നെ പാസ്റ്റർ ഓർഡിനേഷൻ എന്നെ റവറന്റ് ഓർഡിനേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം കാലേബ് അടുത്ത സഭ തുടങ്ങും. ഹല്ലേലൂയ ഹെബ്രോൻ സഭ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ അത് സംഭവിച്ചില്ല. കാലേബ് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതിക്ക് അനുസരിച്ച് ആരെയാണോ ദൈവം തെരഞ്ഞെടുത്തത് മോശയ്ക്ക് ശേഷം ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ യോശുവയെ ഹല്ലേലൂയ തെരഞ്ഞെടുക്കുകയും യോശുവയ്ക്ക് കീഴടങ്ങിയിരിക്കാൻ ഉള്ള നല്ലൊരു മനസ്സിന്റെ ഉടമ ഹല്ലേലൂയ ആയിട്ട് കാലേബ് മാറുവാനും ഇടയായത്. ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം അടങ്ങിയിരിക്കാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക, നേതൃത്വങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക സത്യത്തിന് വേണ്ടി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം സത്യത്തെ തെറ്റിച്ചുകളെ നേതൃത്വങ്ങളുടെ കീഴിൽ ഇരിപ്പാനല്ല ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നേതൃത്വങ്ങളോട് ചേർന്ന് നിൽപ്പാൻ ആമേൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കാലേബ് അപ്രകാരം ചെയ്തത് കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ആമേൻ യോശുവയുടെ പുസ്തകം നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 14-ാം അധ്യായം 6-ാം വാക്യം മുതൽ, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവര് ആമേൻ സ്തോത്രം കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യോശുവയോട് ഓർപ്പിക്കുന്ന ഒരു കാലേബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്റെ വാഗ്ദത്തം ദൈവം തന്നോട് മോശയിൽ കൂടി അരുളി ചെയ്ത വാഗ്ദത്തത്തെ ആമേൻ സ്തോത്രം മറന്നു കളഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ താൻ കേട്ടപ്പോൾ അത് 40 വയസ്സായിരുന്നു തനിക്ക്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം താൻ വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മോശ പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്ത് ഹല്ലേലൂയ യോശുവയെ ഓർപ്പിക്കുന്ന ഒരു കാര്യം. നീ അവിടെ ഉണ്ടായിരുന്നല്ലോ, നീ കേട്ടില്ലയോ? ഹല്ലേലൂയ യോശുവ മറന്നേക്കാം, എന്നാൽ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം കേട്ടവൻ മറന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറന്നു കിടക്കുന്ന വാഗ്ദത്തങ്ങൾ വല്ലതും നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? നമ്മൾ പിടിച്ചെടുത്തോണം. ഹല്ലേലൂയ സ്തോത്രം അതിനെ ഓർത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നിലവിളിച്ചോണം. കർത്താവ് ഈ വാഗ്ദത്തം എന്നോട് പറഞ്ഞതാ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ വാഗ്ദത്തം എന്റെ തലമുറയോട് പറഞ്ഞതാ. ഹല്ലേലൂയ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചുറ്റുമുള്ള ഹല്ലേലൂയ ദേശത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്റെ വാഗ്ദത്തം ഹല്ലേലൂയ ഓർമ്മ വന്നു. ഇതെന്നോട് പറഞ്ഞ സ്ഥലമാ, ഇതെനിക്കുള്ള സമയമാ, ഇതെന്റെ വാഗ്ദത്തമാ, ഇതിനെ ഞാൻ അവകാശമാക്കിയേ പറ്റൂ. ഹല്ലേലൂയ സ്തോത്രം ഇത് ഞാൻ ചോദിച്ചു മേടിക്കും. ഹല്ലേലൂയ എത്ര അസാധ്യങ്ങൾ എന്റെ ചുറ്റും ഉയർന്നെന്ന് പറഞ്ഞാലും, ശത്രുക്കൾ എത്ര ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ശക്തിയേറിയവരെന്ന് പറഞ്ഞാലും ആമേൻ ഇതെന്റെ സമയമാ, ഇതെന്റെ വാഗ്ദത്തത്തിന്റെ സമയമാ. ഹല്ലേലൂയ ഇത് പ്രാപിപ്പാനാ ദൈവം എന്നോട് അന്ന് ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തത്. അന്ന് എനിക്ക് പ്രാപിപ്പാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം ആമേൻ 45 വർഷങ്ങൾ 85 വയസ്സുണ്ട്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കാലേബ് പറയുന്നത് ഈ 45 സംവത്സരത്തോളം അതിന്റെ 10-ാമത്തെ വാക്യം 14-ാം അധ്യായം യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം ഹല്ലേലൂയ സ്തോത്രം എല്ലാം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ. വാഗ്ദത്തം നല്ല രീതിയിൽ ഓർപ്പിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ 8 മുതൽ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണും. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും ഒക്കെ എത്ര ക്ലിയർ ആയിട്ടാ പ്രിയമുള്ളവരെ. 45 വർഷങ്ങൾക്ക് മുൻപേ ദൈവം പറഞ്ഞ ആ വാഗ്ദത്തം അതേപോലെ ഓർത്ത് അത് ചോദിച്ചു മേടിക്കുന്ന ഒരു കാലേബ്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഇതിന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വാഗ്ദത്തം നാം മറന്നില്ലെങ്കിൽ ആമേൻ സ്തോത്രം നാം അതിനെ ഓർത്ത് പ്രാർത്ഥിച്ച് അതിനെ ചോദിച്ചു മേടിച്ചാൽ ദൈവം അത് തരുവാൻ വിശ്വസ്തനാ. കാരണം അരുളി ചെയ്തത് ദൈവമാ. അരുളി ചെയ്ത ദൈവം ഹല്ലേലൂയ ആ വാഗ്ദത്തത്തെ തിരിച്ചെടുക്കത്തില്ല. ആ വാഗ്ദത്തം ദൈവം അരുളി ചെയ്താൽ അത് ഇന്നും ഹല്ലേലൂയ ഇവിടെ കിടപ്പുണ്ട്. ആമേൻ അത് റിസീവ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആഗ്രഹത്തിൽ ഹല്ലേലൂയയിലായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആഗ്രഹം പോലെ ആയിരിക്കും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവിടെ താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട് ആമേൻ സ്തോത്രം മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരം ഹല്ലേലൂയ സ്തോത്രം ഇതാ ഹല്ലേലൂയ അരുളി ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ. വാഗ്ദത്തം കാണാതെ നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയില്ല. ദൈവം നമ്മളോടൊരു വാഗ്ദത്തം അരുളി ചെയ്തെങ്കിൽ, നമ്മുടെ തലമുറകളോട് ബന്ധത്തിലൊരു വാഗ്ദത്തം അരുളി ചെയ്തെങ്കിൽ അമ്മ യോശുവയോട് പറയുകയാണ്, അന്ന് 45 സംവത്സരം ഈ മരുഭൂമിയിൽ പട്ടുപോകാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടും എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് ഈ വാഗ്ദത്തം ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് പറ്റിച്ചേർന്നതുകൊണ്ട് അവന്റെ നാമത്തെ അനുസരിച്ചത് കൊണ്ട് അമ്മ സ്തോത്രം ഹല്ലേലൂയ എന്നെ ഇപ്പോഴും ദൈവം ജീവനോടെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിച്ചേർന്നുണ്ട് അവന്റെ നാമത്തെ അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ അമ്മ സ്തോത്രം ദൈവം
നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം എത്ര അസാധ്യങ്ങളുടെ നടുവിലും നൽകി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. താഴോട്ട് പറയുന്നു, ഇപ്പോൾ എനിക്ക് 85 വയസ്സുണ്ട്. ആമേൻ സ്തോത്രം. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമാണ്. എൻ്റെ ആരോഗ്യത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. ഹാലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, പടവെട്ടുവാന് പോകാന് വരികയും ചെയ്യുവാൻ എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ. എത്ര ധൈര്യത്തോടെ പ്രിയമുള്ളവരെ, 85 വയസ്സിലാണ് നൽകുന്നത്. 45 വർഷം മരുഭൂമിയുടെ യാത്ര കഴിഞ്ഞ് 85 വയസ്സ് തനിക്ക് ലഭിച്ച വാഗ്ദത്തത്തിന് വേണ്ടി ആമേൻ സ്തോത്രം യോശുവയോട് ചോദിക്കുന്ന ഒരു കാലേബ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അയ്യോ, എനിക്ക് 85 വയസ്സായേ, എനിക്കിതിനൊന്നും പറ്റത്തില്ല, ഇനി എന്തൊരു വാഗ്ദത്ത, ഇനിയാണോ ഞാൻ ഓടേണ്ടത്, പടവെട്ടേണ്ടത്, എന്നെ കൊണ്ട് പറ്റത്തില്ലേ. നല്ല കാലേ പറഞ്ഞത്. അന്ന് എന്നോട് അറിയിച്ച, അന്ന് വിളിച്ചതുപോലെ, മോശ അന്ന് അരുളി ചെയ്തതുപോലെ അമ്മീൻ അന്നത്തെ ആരോഗ്യം ഇന്നും എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്റെ വിശ്വാസത്തിനും എന്റെ ഉറപ്പിനും എന്റെ ആരോഗ്യത്തിനും ഇന്നും ഒരു കുറവ് സംഭവിച്ചു പോയിട്ടില്ല. ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാലേബിന്റെ മുടി നരച്ചേക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ശരീരത്തിന്റെ ഹല്ലേലൂയ അമ്മീൻ സ്തോത്രം അവസ്ഥകൾക്ക് ചിലപ്പോൾ അമ്മീൻ സ്തോത്രം മാറ്റം സംഭവിച്ചേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. ഹല്ലേലൂയ അല്ലെ, പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാം. എന്നാലും പുറമേ ഉള്ള മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ക്ഷയിച്ചെന്ന് പറഞ്ഞാൽ അഹമയുള്ളവൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുക. വാഗ്ദത്തത്തിന്റെ സമയങ്ങൾ അടുക്കും തോറും ഹല്ലേലൂയ അതിനുള്ള സാഹചര്യങ്ങൾ ഹല്ലേലൂയ ഒരുങ്ങി വരും തോറും അതിന്റെ സ്ഥലം താൻ കണ്ടപ്പോഴും ഹല്ലേലൂയ തന്റെ ഉള്ളിലുള്ള സ്തോത്രം ഹല്ലേലൂയ ആ ഉറപ്പ്, ആ ധൈര്യം ഹല്ലേലൂയ താൻ വിളിച്ചു പറയുക. ഇന്നും അന്നത്തെ പോലെ പടവെട്ടുവാനും ഹല്ലേലൂയ പോകുവാനും വരുവാനും മല കയറുവാനും ഹല്ലേലൂയ എനിക്ക് അതേപോലത്തെ ആരോഗ്യം ഇന്നും എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമീൻ സ്തോത്രം. ഹല്ലേലൂയ. അമീൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യോശുവയോട് പറഞ്ഞ ഹല്ലേലൂയ തന്റെ അവകാശത്തെ, തന്റെ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തത്തെ വാങ്ങിക്കുന്ന അമീൻ ഒരു കാലേബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെയും കെനസ്യനായ യെഫുന്നയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കും. ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചോദിപ്പാൻ, ഉറച്ചു നിൽപ്പാൻ, യഹോവയോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ തക്ക സമയത്ത് വാഗ്ദത്തത്തെ പ്രാപിച്ചെടുത്താൽ ഹല്ലേലൂയ സ്തോത്രം എന്നേക്കും ഹല്ലേലൂയ വാഗ്ദത്തം നമ്മുടേതായിട്ട് മാറും കേട്ടോ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് ദൈവം ഒരു മാറ്റവും സംഭവിക്കും. ദൈവം വാഗ്ദത്തത്തെ മാറ്റിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ ആമേൻ സ്തോത്രം വാഗ്ദത്തം നമുക്ക് ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ അവകാശം ഇന്നും ഹല്ലേലൂയ സ്തോത്രം കാലേബിന് തന്നെ. ഹല്ലേലൂയ സ്തോത്രം. ഹെബ്രോന്റെ ആമേൻ സ്തോത്രം അവകാശം കാലേബിന് തീർന്നില്ല. അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പന്റെ സ്വഭാവമല്ലേ മോൾക്കും വരത്തുള്ളൂ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ മോളെ കെട്ടിച്ചുവിട്ട് എന്നാൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒദനയേലിന് തന്റെ മകളെ കൊടുത്തു. ആമേൻ ഒദനയേലിനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തിരഞ്ഞെടുത്തതും ഹല്ലേലൂയ സ്തോത്രം കാലേബ് പ്രത്യേകിച്ചൊരു ഹല്ലേലൂയ പ്രത്യേകമായിട്ടുള്ള ഒരു വഴിയിൽ കൂടിയാ ആമേൻ സ്തോത്രം കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്രകാരം ഹല്ലേലൂയ ഒദനിയേൽ അത് പിടിച്ചെടുത്തപ്പോൾ തൻ്റെ മകൾ അക്സ എന്ന് വെച്ചാൽ ഇസ് പ്രഷ്യസ് ഹല്ലേലൂയ ബ്യൂട്ടി ഹല്ലേലൂയ ഇസ് പ്യുവർ വാല്യുബിൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ മകളെ കൊടുക്കുന്ന ഒരു കാലേബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർന്നില്ല. അമ്മ മകൾ വരുക എന്തിനു വേണ്ടി? അമ്മ സ്തോത്രം തനിക്ക് വേണ്ടുന്ന ഹല്ലേലൂയ ഒരു അവകാശം ചോദിക്കുവാൻ അപ്പൻ അവകാശം ചോദിച്ചു മേടിച്ചപ്പോൾ മകൾ ഹല്ലേലൂയ അതിന്റെ ഡബിൾ ഇരട്ടിയാ പ്രിയമുള്ളവരെ. അമ്മ സ്തോത്രം. ഹല്ലേലൂയ അവൾ ചോദിക്കുന്നു, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. 15-ാം അധ്യായം അതിന് 18 മുതൽ താഴോട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ അപ്പൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് അപ്പനോട് ചോദിക്കുകയാണ്. ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചിട്ട് അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം? എന്നിട്ട് അവിടെ പറയും, എനിക്കൊരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ല കൊടുത്തിരിക്കുന്ന, നീരുറവകളും കൂടെ എനിക്ക് വേണം. തീർന്നില്ല. നീരുറവ മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം മലയിലും താഴ്വരയിലും നീരുറവുകളെ ഹല്ലേലൂയ സ്തോത്രം ഇരട്ടിയായിട്ട് പ്രാപിപ്പാൻ തക്കവണ്ണം അക്സയ്ക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ അനുഗ്രഹത്തെ തന്റെ പിതാവിൽ നിന്ന് പ്രാപിച്ചെടുപ്പാൻ തന്റെ പിതാവ് സ്തോത്രം തന്റെ അനുഗ്രഹത്തെ ചോദിച്ചു മേടിച്ചെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഡബിൾ പോർഷൻ ബ്ലെസ്സിങ് തന്റെ തലമുറ സ്തോത്രം ആ പിതാവിൽ നിന്ന് സ്തോത്രം മേടിച്ചെടുപ്പാൻ തക്കവണ്ണം തന്റെ തലമുറയ്ക്കും തന്നെ അത് അവകാശമാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. സ്തോത്രം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വലിയ പുള്ളിയോ മാറത്തില്ല പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്നവർ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സ്തോത്രം അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിക്കും. എത്ര ശത്രുക്കളുടെ മുൻപിലും അനാക്യ മല്ലന്മാർ അവിടെ ഉണ്ട്. അവിടെ പറയുന്നുണ്ട്, കാലേബ് പറയുന്നത്, എനിക്കറിയാം ആ പട്ടണത്തിൽ ഹല്ലേലൂയ സ്തോത്രം അനാക്യ മല്ലന്മാരുണ്ട്. സ്തോത്രം ഹല്ലേലൂയ അനാക്യരുണ്ട്. പട്ടണങ്ങൾ വലിപ്പമുള്ളതെന്ന് എനിക്കറിയാം, ഉറപ്പുള്ളതെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ അന്ന് ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നു എന്ന് അരുളി ചെയ്ത് എനിക്കറിയാം. എന്നാൽ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ അരുളി ചെയ്തതുപോലെ തന്നെ ഞാൻ അവരെ ഓടിച്ചു കളയും. എന്ത് ധൈര്യം ഒറ്റയ്ക്ക് ഹല്ലേലൂയ നിന്നുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അത്ര ഉറപ്പുണ്ടായിരുന്നു യഹോവയിൽ ഹല്ലേലൂയ കാലേബിന്. സ്തോത്രം യഹോവയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്ക് അത്ര ഉറപ്പോടും ധൈര്യത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നിൽക്കുന്നുവെന്ന് തോന്നുന്ന നമ്മൾ ഓരോരുത്തരും വീഴാതിരിപ്പാൻ നോക്കണമേ. സ്തോത്രം ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തില്
അമ്മ ഒറ്റ ലേഖനം ഒരു അധ്യായമല്ലേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് അമ്മ നമ്മുടെ കർത്താവായ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ, വീഴാതെ വണ്ണം ഹല്ലേലൂയ ഈ യാത്രയിൽ, മരുഭൂമി യാത്രയിൽ വിശ്വാസ നായകനായ കർത്താവിനെ നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ. ലോകത്തിൻ്റെതായിട്ടുള്ള ഒന്നും നമ്മളെ അമ്മ സ്തോത്രം മാറ്റരുത്. ഹല്ലേലൂയ. പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരരുത്. നമ്മളെ വീഴ്ത്തരുത്. ഹല്ലേലൂയ. ശത്രു പതിയൊരുക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വീഴുവാൻ തക്കവണ്ണം നമ്മളെ തള്ളും. എന്നാൽ വീണു പോകാതെ നിത്യതയോളം ഹല്ലേലൂയ ഓടിയെത്തുവാൻ തക്കവണ്ണം വിശ്വാസനായനും പൂർത്തി വരുത്താൻ ക്രിസ്തുവിനെ നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു അവസരം ഒരുക്കി തന്ന വലിയവനായ ദൈവത്തോടും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പുറവും പ്രയർ ലൈനിലുള്ള എല്ലാ ആമേൻ ഡാലസ് പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ.